മാത്രമാണ് ഇപ്പോഴത്തെ മേൽക്കൈ. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ ലീഡ് കുറഞ്ഞു. ലീഡ് 1435 വോട്ടായി കുറഞ്ഞിരിക്കുന്നു പത്തനാപുരത്ത് എന്നതാണ്. ഒരു പക്ഷേ പത്തനാപുരത്ത് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ലീഡ് കുറയുന്നു എന്നതാണ് വിവരം. തൃത്താലയിൽ 1000-ന് മുകളിൽ ലീഡ് VT ബൽറാം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതേസമയം വടകരയിൽ KK രമയുടെ ലീഡ്, വടകരയിൽ 5000-ന് മുകളിലേക്ക് KK രമയുടെ ലീഡ് എത്തിയിട്ടുണ്ട്. പക്ഷേ നാദാപുരത്ത് P വസന്തത്തിന്റെ ലീഡ് കേവലം 30 വോട്ടുകൾക്കാണ്. മാനന്തവാടിയിൽ ഉഷാ വിജയനാണ് UDFന്റെ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത്. കോവളത്ത് M വിൻസെന്റ് മുന്നിട്ട് നിൽക്കുകയാണ്. മാനന്തവാടിയിൽ ദേവികുളത്ത് രാജമാർ ഏറ്റുമുട്ടിയ ദേവികുളത്ത് F രാജയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 498 വോട്ടുകൾക്ക്. ഇതാ രമേശ് പിഷാരടി വീണ്ടും മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. 1427 വോട്ടുകൾക്ക്. പാലക്കാട് വീണ്ടും ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പോകുന്നു. പാലക്കാട് മിന്നിമറിയുകയാണ് അങ്ങനെ ലീഡ് നില. പാലക്കാട് പിരായിരിലേക്ക് നാദാപുരത്ത് P വസന്തം മുന്നിൽ 30 വോട്ടുകൾക്ക്. ഫാത്തിമ തെഹലിയ 2 റൗണ്ട് പിന്നിടുമ്പോൾ 3682 വോട്ടിന് മുന്നിലാണ്. അവിടെ ഏതാണ്ട് ജയത്തിലേക്ക് പോകുന്നുണ്ട് എന്നതിന്റെ സൂചനകളാണ് പേരാമ്പ്രയിൽ നിന്ന് വരുന്നത്. പാലക്കാട്ട് രമേശ് പിഷാരടി വീണ്ടും മുന്നിൽ. പാലക്കാട്ടെ ഫലം ഇങ്ങനെ മാറി മറിയുകയാണ്. 1427 വോട്ടുകൾക്കാണ് പാലക്കാട് ഇപ്പോൾ രമേശ് പിഷാരടി മുന്നിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ പുറകിൽ പോയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ശോഭ മുന്നിലായിരുന്നു. പ്രവീൺ കുമാർ ഏതാണ്ട് 3000 വോട്ടുകൾക്ക് മുന്നിലാണ്. അമ്പലപ്പുഴയിൽ G സുധാകരൻ വീണ്ടും മുന്നിലെത്തിയിട്ടുണ്ട്. 1500 വോട്ടുകൾക്കാണ് G സുധാകരൻ ഇപ്പോൾ അമ്പലപ്പുഴയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 1576 വോട്ടുകൾക്ക് G സുധാകരൻ. അതേസമയം രമേശ് പിഷാരടി പാലക്കാട് 1427 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് വിജയത്തിലേക്ക് 5350 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു. ധർമ്മടത്ത് വീണ്ടും 2800. കേരളത്തിന്റെ ക്യാപ്റ്റന് വീണ്ടും തിരിച്ചടി. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ധർമ്മടത്ത് വീണ്ടും പിണറായി പിറകിൽ 4000-ൽ പരം വോട്ടുകൾക്ക് പിറകിൽ. വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. മൂന്നാം റൗണ്ടിൽ 2000-ൽ 2077 എന്നതായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് കയറുമ്പോൾ വീണ്ടും 2812 വോട്ടാണ്. LDFനെ പിന്നോട്ടടിച്ച മുഖം ഏത് എന്ന ചോദ്യത്തിന് ധർമ്മടം ഉത്തരം നൽകുമെന്ന് തോന്നുന്നു. ധർമ്മടത്തെ ഫലത്തെ ഇത് ബാധിക്കാൻ സാധ്യതയില്ലെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ധർമ്മടത്ത് ആദ്യം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് കൗണ്ടിംഗ് നടക്കുന്നത്. അതിനൊരു പ്രതിഫലനമാണ് സംഭവിക്കുന്നത്. എന്നിരുന്നാലും ഭൂരിപക്ഷത്തിൽ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. അല്ല, മറ്റാരുണ്ട് എന്നായിരുന്നല്ലോ പിണറായി വിജയൻ ഫ്ലക്സിലൂടെ ചോദിച്ചിരുന്നത്. അബ്ദുൾ റഷീദ് ഉണ്ട് എന്ന് ധർമ്മടത്തെ ജനങ്ങൾ മറുപടി കൊടുത്തു. അതാണ് എന്റെ കണക്കെന്ന് പറയുന്നത്. 2812. പാലക്കാട് കൂടി പറയാം. പാലക്കാട് രമേശ് പിഷാരടി തുടർച്ചയായി പിന്നിൽ പോകുന്നു എന്നത് തോൽവിക്ക് സമാനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. സൂചിപ്പിക്കുന്ന പോലെ വോട്ടെണ്ണലിന്റെ ഘട്ടം പിന്നിടുമ്പോൾ ഇപ്പോഴിതാ ലീഗിനും അപ്രമാദിത്വമുള്ള ഇടങ്ങളിലടക്കമാണ് ധർമ്മടത്ത് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതാ അബ്ദുൾ റഷീദിന്റെ കൃത്യമായ മുന്നേറ്റമുണ്ട് എന്ന് പറയുമ്പോൾ പിണറായി വിജയന് 2812 വോട്ടുകൾക്ക് പിന്നിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. സജിത, അതാണ് ഒരുപക്ഷെ എന്തായാലും പ്രതിപക്ഷ കസേരയിൽ തന്നെയായിരിക്കും ഇനി LDF എന്നത് രാഷ്ട്രീയ കേരളം തിരിച്ചടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ക്യാപ്റ്റൻ മാത്രമല്ല ധർമ്മടത്ത് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി 3 റൗണ്ടുകൾ പിന്നിൽ പോവാന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആദ്യ റൗണ്ടിലെ പിന്നോട്ട് പോക്ക് പ്രതീക്ഷിച്ചിരുന്നതാണ്. CPM കേന്ദ്രങ്ങളും കോൺഗ്രസ് ഇന്നലെ അബിൻ വർക്കി അടക്കമുള്ളവരുടെ കാര്യം പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അതിനപ്പുറം 2 റൗണ്ടുകൾ പിന്നോട്ട് പോയി. നമ്മൾ സുമേഷുമായി സംസാരിച്ച അവിടുത്തെ സാഹചര്യം പ്രതീക്ഷിച്ച സാഹചര്യം പിന്നോട്ട് പോയിട്ടുണ്ട്. 2021 BJP മുന്നിലെത്തിയ നഗരസഭയിലെ ബൂത്തുകളിൽ പിഷാരടി അല്ല, പിഷാരടിയെ തൊടാൻ പറ്റില്ല. ഇനി പിഷാരടിക്ക് തൊടാൻ പറ്റില്ല. കാരണം ഇനി ആദ്യ റൗണ്ടുകളിൽ എണ്ണിയത് മുഴുവൻ BJP മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ബൂത്തുകളാണ്. പിഷാരടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് തന്നെ പാലക്കാട് പോകും. അതാണ് സൂചനകൾ. ഒരു പക്ഷേ ഒരു 10,000-ന് അടുത്തോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ പിഷാരടിയുടെ ലീഡ് പോകുമെന്ന് കണക്കിലേക്ക് തിരിച്ചു വരണം. അഭിലാഷ്, സജിത്ത്, ധർമ്മടം കണക്കിലേക്ക് തിരിച്ചു വരണം. കാരണം 4ാം റൗണ്ടിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നിലാണ്. കഷ്ടമാണ്. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന യുവതുർക്കി പിണറായിയെ വിറപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ 10
52,800 വോട്ടുകൾക്ക് ഇതാ ഇപ്പോഴും 4ാം റൗണ്ടിലും പിന്നിലാണ് എന്നുള്ളത് വലിയ കണക്കാണ്. അത് പിണറായിയുടെ പരാജയത്തിലേക്ക് എത്തിക്കുമോ അതോ അവസാന റൗണ്ടുകളിൽ മുന്നിൽ വരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഡ് പിണറായിക്ക് പരാജയത്തിലേക്ക് പോകാൻ ഒരു ചാൻസും ഇല്ല. പക്ഷേ ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടാവുന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയാണ് സംഭവിക്കുക. ധർമ്മടത്തെ ഭൂരിപക്ഷം കുറയുന്നത് പോലും വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും. പിണറായിസത്തിനെതിരാണ് ഇത്തവണത്തെ ജനവിധി എന്നതാണ് പറഞ്ഞു UDF കേന്ദ്രങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ഇതും ചർച്ച ചെയ്യപ്പെടും. 23,527 വോട്ടുകളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്. പിണറായി വിജയൻ നേടിയിരിക്കുന്നത് 20,715 വോട്ടുകൾ, 2,812 വോട്ട് കുറവ്. ധർമ്മടത്തെ ചിത്രം. അതായത് ഏതാണ്ട് 50,000-ഓളം വോട്ടുകളാണ് ആ മണ്ഡലത്തിൽ ഇതുവരെ എണ്ണിയിട്ടുള്ളത്. അവിടെയാണ് അബ്ദുൾ റഷീദ് മുന്നിട്ട് നിൽക്കുന്നത്. അത് 2,000-ഓളം വോട്ടുകൾക്ക് എന്നതാണ് തീർച്ചയായും. ഒരു ചിറയൻകീഴിലെ അപ്ഡേറ്റ് കൂടി. ചിറയൻകീഴിൽ 1976 വോട്ടുകൾക്ക് LDF മുന്നിട്ട് നിൽക്കുന്നു എന്ന വാർത്ത വരികയാണ്. ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, ഈ കോൺഗ്രസിന്റെ വലിയ വേവിലും തിരിച്ചടി നേരിടാൻ പോകുന്നു രമ്യ ഹരിദാസിന്. പിന്നെയും ദൗർഭാഗ്യം. നെടുമങ്ങാട് GRNിൽ കേവലം 1,351 വോട്ടുകൾക്കാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല 10,000-ലേക്ക് എത്താൻ പോകുന്നു. 9,000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഇപ്പോൾ നേടിയിട്ടുള്ളത്. കോൺഗ്രസ് ജോസഫ് വിഭാഗം 7 മുന്നിൽ, 8 അവർ മത്സരിച്ചത്. 8 മത്സരിച്ചതിൽ 7 മുന്നിൽ. കേരള കോൺഗ്രസ് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം ഒരു പക്ഷേ ജോസഫ് പറയും. 8 മത്സരിച്ചതിൽ 7 ജോസഫ് വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു. അതേസമയം പാലായിൽ ഉൾപ്പെടെ ജോസ് കെ മാണി ഉൾപ്പെടെ പിന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ് മറ്റിടത്ത് കാണുന്നത്. നമുക്ക് 2 മണ്ഡലങ്ങൾ പരാമർശിക്കാം. ഈ പാല അടക്കമുള്ളത്. പാലായിലെ ഫാക്ടർ ഇനി നിർണായകമാവുക. നമ്മൾ ശ്രീജിത്തുമായി സംസാരിക്കുമ്പോൾ ശ്രീജിത്ത് പങ്കുവെക്കുന്ന ഒരു വികാരം, ആദ്യം എണ്ണിയത് ഒരു UDF മേഖലകളാണ്. ഇനി എണ്ണുന്നത് ഷോൺ ജോർജിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലേക്കാണ്. ഇപ്പോൾ ഈ റൗണ്ടുകളിൽ കൗണ്ടിങ് നടന്നു പോകുന്നത്. സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന ലീഡ്, കാപ്പന്റെ ലീഡിൽ കുറവുണ്ടാകുമോ അതെങ്ങനെയെങ്കിൽ ഇനി അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ LDFന്റെ 3 പഞ്ചായത്തുകളാണ്. അപ്പോൾ അത് ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ മാണി സി കാപ്പൻ ഇപ്പോഴും കൃത്യമായ ഒരു ലീഡിലേക്ക് പോകുന്നില്ല എന്നതാണല്ലോ എടുത്ത് പറയേണ്ടത്. അതായത് തുച്ഛമായ ലീഡാണ്. അത് രാമപുരം പഞ്ചായത്തിൽ 3000-ൽ പരം വോട്ടിന്റെ ലീഡാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ 700-ൽ പരം വോട്ടുകളുടെ ലീഡാണ് രാമപുരം പഞ്ചായത്തിൽ കിട്ടിയത്. അത് സ്വാഭാവികമായി അവർക്ക് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സംഭവം ട്രെൻഡ് പൊതുവിൽ ഒരു UDF ട്രെൻഡുള്ള സാഹചര്യത്തിൽ LDF പഞ്ചായത്തുകൾ പോലും ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന സാഹചര്യമുണ്ട്. ഏറ്റുമാനൂർ കൂടി പറഞ്ഞു പോകാം. BN വാസവന്റെ വെല്ലുവിളി അത് പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. കാരണം ഇനി എണ്ണാനുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, തർക്കമില്ല. പക്ഷേ അവിടെ ഇപ്പോൾ നേടിയ 9,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം UDFനുണ്ട്. അതിനെ മറികടക്കാൻ കഴിയുമെന്ന് വെല്ലുവിളി. മാത്രമല്ല, ഈ ഇടതു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയത്തെ ഏക മണ്ഡലമാണത്. അത് BN വാസവനിലൂടെ മാത്രമാണ് അവർക്ക് ചോദിക്കാൻ സാധിച്ചത്. കൈവിട്ടു പോകുന്നു. കണ്ടിരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ UDFന് ബുദ്ധിമുട്ടുണ്ടാക്കിയ, കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സീനിയർ നേതാവാണ് K. സുധാകരൻ. സുധാകരന്റെ പ്രതികരണം ഒരുപക്ഷെ ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം. അണികൾ വലിയ ആവേശത്തോടെയാണ് സുധാകരനെ വരവേൽക്കുന്നത്. മുദ്രാവാക്യങ്ങൾ മുഴക്കി ഇതാ അണികൾ വലിയ ആഘോഷം പങ്കുവെക്കുന്നു. 10 വർഷമായി കോൺഗ്രസ് കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് എന്ന് പറയാം. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസിന് ആഘോഷിക്കാനുള്ള വകയുണ്ട്. അതും കേരളം തൂത്തുവാരുന്നു എന്നതാണ് കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അനുയായികൾക്കൊപ്പം ഇന്ദിരാഭവനിലേക്ക് ഈ വിജയം ആഘോഷിക്കാൻ K. സുധാകരൻ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. K. സുധാകരനെ അനുയായികൾക്കൊപ്പം എത്തുന്നു എന്നതാണ് നമ്മൾ. ഇന്ദിരാഭവനിലേക്ക് എത്തുന്ന കാഴ്ചയാണ്. ഇന്നലെ തന്നെ പന്തൽ ഇട്ടിരുന്നു. ഇതാ ആഘോഷത്തിലാണ്. ഇന്നലെ ഈ പന്തലിട്ടപ്പം കോൺഗ്രസ് നേതാക്കളോട് വെച്ച് അവർ പറഞ്ഞൊരു കാര്യം വെയിലിനെ നേരിടാനെന്നതാണ്. പക്ഷേ അവർ മുന്നിൽ കണ്ടിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു മണ്ഡലത്തിൽ മാത്രമാണ്, അത് നേമത്ത് മാത്രമാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ലീഡ് ചെയ്യുന്നത്. 1207 വോട്ടിന് 2 റൗണ്ട് മാത്രമേ അവിടെ പിന്നിട്ടിട്ടുള്ളൂ. നേമത്ത് സംഭവിക്കാൻ സാധ്യത. ഇപ്പോൾ പൂജപ്പുര അടക്കമുള്ള ഇടങ്ങളാണ് ആദ്യം കൗണ്ട് ചെയ്തു പോയത്. മുസ്ലിം ന്യൂനപക്ഷ മേഖലകൾ, കമലേശ്വരം പോലെയുള്ള ഭാഗങ്ങൾ ഏറ്റവും അവസാന റൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നേമത്തെ സസ്പെൻസ് തീരണമെങ്കിൽ അവസാന റൗണ്ടിലാണ് അതാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, ഈ ഘട്ടത്തിൽ കുറച്ചുകൂടി ഒരു മേൽക്കൈ നേടിയിരുന്നു രാജീവ് ചന്ദ്രശേഖരെങ്കിൽ അത് ഉറപ്പിക്കാമായിരുന്നു. ഒപ്പം നമ്മൾ ഇതാ നോക്കൂ, ആ ടാലി നേരത്തെ 5 വരെ എത്തി നിന്നിരുന്ന NDA എന്ന ടാലി ഇപ്പോൾ 1-ലേക്ക് താഴ്ന്നിരിക്കുന്നു. അത് നേമത്ത് മാത്രമാണ് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കൂടി പോകാം. തിരുവല്ലയിൽ ഒരു അസാധാരണ മുന്നേറ്റം NDA അവിടെ ഇത്തവണ നടത്തിയിട്ടുണ്ട്. സാഹചര്യം പരീക്ഷണം 30-40 വോട്ടുകൾക്ക് മാത്രമാണ് എങ്കിൽ പോലും അത് ഞെട്ടിക്കുന്ന മുന്നേറ്റം തന്നെയാണ്. ഒരിക്കലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.